തമിഴ്നാട് വെല്ലൂരിന് സമീപം ഓടുന്ന ട്രെയിനിൽ 4 മാസം ഗർഭിണിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. തടയാൻ ശ്രമിച്ച യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, വലിയ നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയാണിതും. എന്താണ് സംഭവിച്ചത്? ഈ ലൈംഗികാതിക്രമം നടത്തിയ ആളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ട്രെയിനിൽ നിന്ന് വീണതിന് ശേഷം ഈ യുവതിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞിരുന്നു റഹീസ്? റിജിത്ത്, അതിക്രൂരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഈ ജോലാർപേട്ട റെയിൽവേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെയിൽവേയുടെ പരിധിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് തിരുപ്പതിയിലേക്കുള്ള ഇന്റർസിറ്റി ട്രെയിനിലായിരുന്നു ഈ ക്രൂര സംഭവം നടന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് 4 മാസം ഗർഭിണിയായ യുവതി ഈ ട്രെയിനിലേക്ക് കയറുന്നത്. അപ്പോൾ തന്നെ ഒരാൾ ഈ യുവതിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് ഹേമരാജ് എന്നാണ്. പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഹേമരാജ് ആദ്യം ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറുന്നു, യുവതിയുമായി തർക്കമുണ്ടാകുന്നു. ശേഷം ഇയാൾ പിന്നീട് തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെന്റിലേക്ക് മാറിക്കയറി. പക്ഷേ അതിനുശേഷം ഈ KV കുപ്പം ഈ സ്റ്റേഷൻ ആകുന്ന ആ ഒരു സമയത്ത് ഇയാൾ വീണ്ടും ഈ ഒരു കമ്പാർട്ട്മെന്റിലേക്ക്, ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് കയറുകയും യുവതിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ പേടിച്ച് യുവതി ഈ ഒരു ടോയ്ലറ്റിലേക്ക് കയറി, കമ്പാർട്ട്മെന്റിലെ ടോയ്ലറ്റിലേക്ക് കയറി. ഇയാൾ പിന്നാലെ കയറിയാണ് ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചത്. യുവതി അലറി കരഞ്ഞുവെങ്കിലും കമ്പാർട്ട്മെന്റിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഇത് കേട്ടില്ല. പിന്നീട് ഈ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം യുവതിയെ ഇയാൾ തള്ളിയിടുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരുണ്ടോ, ഇയാളുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ പോലീസിന് സംശയമുണ്ട്. ഈ സംഭവം നടന്ന് യുവതി തെറിച്ചു വീഴുന്നത് കണ്ട് നാട്ടുകാർ ഈ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തി. ശേഷം ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. ജോലാർപേട്ട് മെഡിക്കൽ കോളേജിലാണ് നിലവിലുള്ളത്. ഇവരുടെ 2 കൈയും ഒടിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കാലിനും ഒടിവുണ്ട്. അങ്ങനെ ശരീരത്തിൽ കുറെ ചതവുകളും ഒക്കെയുണ്ട്. സാരമായി തന്നെ ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് താഴെ വീണിട്ട്. അങ്ങനെ ശേഷം ഈ പ്രതി ഹേമരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ്. നേരത്തെ ഒരു യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്നു 2022. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം കൂടി ചെയ്തിട്ടുള്ളത്. എന്തായാലും യുവതി ഇപ്പോൾ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. റിജിത്ത്.